അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് രാത്രിയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ് കേട്ടോ. അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് മുടി വളരാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാര്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളത് ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോ ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മിക്ക ആളുകളും രാത്രിയിൽ തല കഴുകുന്നവരുണ്ട്, സന്ധ്യാസമയങ്ങളിലൊക്കെ തല കുളിക്കുന്നവരുണ്ട്. ഒരിക്കലും ആ ഒരു കാര്യം നമ്മൾ ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ എത്ര തന്നെ സന്ധ്യാസമയത്ത് മുടി കഴുകി മുടി ഉണക്കിയാലും മുടിയിൽ ആ ഒരു നനവുണ്ടാവും. ഈ ഒരു നനവ് നിങ്ങളുടെ മുടിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മുടിക്കായ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പേന് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ മുടി കഴുകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യൂ. ഒരിക്കലും ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അപ്പൊ ആദ്യമേ നിങ്ങൾ അത് മനസ്സിൽ വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യമേ തന്നെ മുടി നമ്മളൊന്ന് ചീവി എടുക്കണം. ഞാനപ്പോ ആദ്യമേ മുടി ഒന്ന് ചീവി എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ടല്ല കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം മുടി ചീവി എടുക്കേണ്ടത് മുടിയുടെ വേര് മുതലല്ല കേട്ടോ, മുടിയുടെ അറ്റം മുതല് ചീകിയിട്ടാണ് നമ്മൾ മുടിയുടെ വേരിലോട്ട് എത്തേണ്ടത്. അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഈ ഒരു ചീപ്പി യൂസ് ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ മുടിയിലെ ജട ഒരിക്കലും കളയരുത്. നിങ്ങൾ ഇങ്ങനെ മുടി ചീവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി ഫുള്ളായിട്ട് തന്നെ പാതിക്ക് വെച്ച് കട്ടായി പോകും. പാതിക്ക് വെച്ച് കട്ടായി പോകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മുടിയുടെ അറ്റം ഉണ്ടല്ലോ ഇങ്ങനെ കോഴിവാല് പോലെ ആവും. മുടിയുടെ അറ്റം ഇങ്ങനെ കോഴിവാല് പോലെ ആവുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുടി ചീവാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകും അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും ഓർത്ത് മിക്ക ആളുകളും മുടി ചീവാറ് പോലുമില്ല. അങ്ങനെ ചെയ്യുന്നതും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ആദ്യമേ തന്നെ മുടിയുടെ താഴെ മുതൽ ചീകി നിങ്ങൾ മുടിയുടെ വേര് മുതൽ തന്നെ ചീകി താഴോട്ട് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി മുടിയൊക്കെ ചീവി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 3-4 ഡ്രോപ്സ് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ നിങ്ങൾക്ക് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? നമുക്ക് രാത്രിയിൽ നമ്മളൊരു ഹെയർ സെറം ആണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഹെയർ സെറം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെ കയ്യിലും കിട്ടുന്ന ഒന്നല്ല. അതിന് പകരമായിട്ട് ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒരു 1 2 3 4 5 ഒരു 5 ഡ്രോപ്സ്, നമുക്ക് കൂടുതൽ ആവശ്യമില്ല കേട്ടോ. ഞാൻ കുഞ്ഞു ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അതായത് നമ്മൾ ഒരു ചൂട് വരുത്തണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു എണ്ണ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ നല്ല പോലെ ഉരത്തി കൊടുക്കുന്ന സമയത്ത് അറിയാലോ ചൂട് വരും. അപ്പൊ ഈ ഒരു ചൂട് നമ്മുടെ സ്കാൽപ്പിൽ വെക്കുക. എന്നിട്ട് നല്ല പോലെ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജിങ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. മുടി വളരാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യണത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നല്ല പോലെ നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു എണ്ണ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എണ്ണ നമ്മുടെ സ്കാൽപ്പിലോട്ട് വെക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ മുടി എക്സ്ട്രീം ഡ്രൈ ആണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ രാത്രിയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രശ്നം നമ്മുടെ സ്കാൽപ്പിന് വരില്ല. അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ മുടി നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും. ഇതിപ്പോ രാത്രി നിങ്ങൾ രാവിലെ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി കഴുകി വന്നിരിക്കുകയാണ്, മുടി നിങ്ങൾക്ക് ഡ്രൈ ആണ്. ആ ഒരു ഡ്രൈ ആയിട്ടുള്ള മുടി നിങ്ങൾ അങ്ങനെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോൾ മുടി ഒന്നും കൂടി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. മുടി ഡ്രൈ ആയി കഴിഞ്ഞാലും മുടി ധാരാളം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ രാത്രിയിൽ മസാജ് ചെയ്യുന്നത് വളരെ 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 നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ സ്കാൽപ്പ് നല്ല പോലെ മോയ്സ്ചറൈസർ ആയി തന്നെ ഇരിക്കും, അടിപൊളിയായിട്ട് മുടി വളരാനും സഹായിക്കും. അപ്പൊ ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ പോരാട്ടോ, എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഒരു ദിവസം 2 ദിവസം 3 ദിവസം ചെയ്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളിത് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ നല്ല പോലെ സ്കാൽപ്പൊക്കെ നമ്മൾ മസാജ് ചെയ്യുക. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട്
ഇൻവേഷൻ മെത്തേഡിലും കൂടെ മസാജ് ചെയ്യുക. ഇതും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിക്ക്. കണ്ടോ, മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ബാക്ക് സൈഡും കൂടെ നല്ലൊരു മസാജ് കൊടുക്കുക. ചെറുതായിട്ട് ചെറിയൊരു പ്രഷർ കൊടുത്ത് വേണം നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹാഷായിട്ടല്ല കേട്ടോ, നല്ല മൈൽഡായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇനിയിപ്പോ ഇങ്ങനെ മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങള് ഇതേമാതിരി പല്ലകലുള്ള ഒരു കോമ്പ് എടുത്തിട്ട് ഇതാ നിങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. ഈ ഒരു ചീപ്പിയുടെ ആ ഒരു പ്രഷറും നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടും. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൈകൊണ്ട് മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചീപ്പ് യൂസ് ചെയ്തും നിങ്ങൾ ഫ്രണ്ടിലോട്ട് മുടിയിട്ട് കുനിഞ്ഞു നിന്നതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചീവിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ കൈകൊണ്ട് തന്നെ മസാജ് നമ്മൾ ചീപ്പ് യൂസ് ചെയ്ത് തന്നെ മസാജ് ചെയ്തിരുന്നാലും മതി, കൈകൊണ്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ സ്കാൽപ്പും ഒക്കെ നല്ല പോലെ മസാജ് ഒക്കെ കൊടുത്ത് സൂപ്പറായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ സ്കാൽപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ തലയുടെ ഓടൊക്കെ ക്ലീൻ ആയി പെർഫെക്റ്റ് ആയി, അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ മുടി അങ്ങനെ തന്നെ കിടക്കാണ്. അപ്പൊ നമ്മൾ മുടിയിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതേപോലെ തന്നെ 3-4 ഡ്രോപ്സ് എടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവും. ആ ഒരു ചൂടുള്ള എണ്ണ തന്നെ നമ്മൾ നേരത്തെ സ്കാൽപ്പിൽ ചെയ്ത പോലെ മുടിയിലും ഈ ഒരു രീതിയിൽ ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ മുടിയിലും ചെയ്യുന്ന സമയത്ത് മുടിയിലെ പ്രശ്നവും കഴിഞ്ഞു, നമ്മുടെ മുടി നല്ലപോലെ സ്മൂത്തായി, നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ മുടി ഡ്രൈ ആവുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും മുടിയിൽ സ്പ്ലിറ്റൻസ് വരുന്നത്. മുടിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുടി ഒട്ടും തന്നെ വളരില്ല. പക്ഷെ ഇവിടുത്തെ മുടി വളർന്നു വരും. നമ്മുടെ മുടിയുടെ അറ്റമാണ് സ്പ്ലിറ്റൻസ് ആയി ഇരിക്കുന്നത്. അപ്പൊ മുടിയുടെ അറ്റം കോഴിവാല് പോലെ ഇരിക്കും. കാരണം മുടിയുടെ അറ്റം വളരുന്നതേ ഇല്ല, തിക്കാവുന്നതേ ഇല്ല. ഇവിടെ മാത്രമാണ് ഗ്രോത്ത് ഉണ്ടാവണത്. അപ്പോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് എന്നുള്ള പ്രശ്നം നിങ്ങളുടെ മുടിയിലേക്ക് വരുന്നതേ ഇല്ല. അപ്പൊ ഈ ഒരു രീതിയിൽ 2-3 ഡ്രോപ്സ് ആണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും മുടിയിൽ എണ്ണ അങ്ങനെ കോരി ഒഴിക്കരുത്. ഈ ഒരു രീതി ഡ്രൈ ആവുന്ന മുടിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് എടുക്കലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോ ഹെയർ സെറം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഹെയർ സെറം ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഹെയർ സെറം ഇല്ലാത്തത് കൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ മുടിയിലും കൂടെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ തലയുടെ ഓടും നമ്മുടെ മുടിയും നല്ല പോലെ തന്നെ സ്മൂത്ത് ആയി കഴിഞ്ഞു, അടിപൊളിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇതേപോലെ ഒരു കോമ്പ് എടുത്ത് നമ്മുടെ മുടിയുടെ അറ്റം മുതൽ, കാരണം നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴും മുടി ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ടൊക്കെ ആക്കുമ്പോൾ നമ്മുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ചീകി ഞാനിപ്പോ മുടി എനിക്ക് കാണിക്കാൻ പറ്റണില്ല കേട്ടോ, ഇനി എനിക്ക് നിവരാൻ പറ്റില്ല. കണ്ടോ, മുടി നീളമുള്ളത് കൊണ്ട് കാണിക്കാൻ ക്യാമറയിലോട്ട് തികയിലില്ല കേട്ടോ. എന്നിട്ട് നല്ല പോലെ നമ്മള് താഴേന്ന് മുതൽ തന്നെ ചീകി എടുക്കുക കേട്ടോ. ഇങ്ങനെ നല്ല പോലെ ചീകിയെടുക്കാം. ഇത്ര മാത്രം നിങ്ങൾ രാത്രിയിൽ ചെയ്താൽ മതി. ഇതിന് കൂടുതലായിട്ട് നമുക്ക് രാത്രിയിൽ ഒന്നും തന്നെ നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കുഞ്ഞു കാര്യം മതി നമുക്ക് മുടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ എന്തെങ്കിലും ഹെവി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അടിപൊളി റിസൾട്ട് ആണ് നിങ്ങളുടെ മുടിക്ക് കിട്ടുക. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രമാത്രം, നിങ്ങൾക്ക് അത് ലൈവായിട്ട് ഫീൽ ചെയ്തില്ലേ എത്രമാത്രമാണ് മുടി ഇപ്പോ മാറ്റം വന്നിരിക്കുന്നത്, നമ്മുടെ മുടി എത്രമാത്രം റീഫ്രഷ്മെന്റ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മളിങ്ങനെ രാവിലെ എണീച്ച് കുളിക്കാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. നമ്മൾ പോയി കുളിച്ചു വരുമ്പോ നമുക്കൊരു എന്താ പറയാ നല്ലൊരു ഉന്മേഷം കിട്ടുന്നില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. അപ്പൊ നമ്മുടെ മുടി ഇപ്പൊ അടിപൊളി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി എങ്ങനെ വേണമെങ്കിലും കെട്ടിവെക്കാം. അതായത് എങ്ങനെ വേണമെങ്കിലും മീൻസ് ഒരിക്കലും മുടി അഴിച്ചിടരുത്, മുടി പിന്നി മെടഞ്ഞ് വെക്കണം. അതല്ലെങ്കിൽ ഇവിടെ പിടിച്ച് ബൺ ചെയ്യണം. ഞാൻ ഒരിക്കലും ഇവിടെ ബൺ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒന്ന് എനിക്ക് ലോങ് ഹെയർ ആണ്.
അപ്പൊ എനിക്കിവിടെ ബൺ ചെയ്ത് വെക്കുന്ന സമയത്ത് വെയിറ്റ് കൂടിയിട്ട് എന്റെ മുടി ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ നെറ്റിയുടെ മുടിയൊക്കെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ കുറച്ച് മുടിയുള്ള ആളുകളാണെങ്കിൽ കൂടി നിങ്ങൾ ഇവിടെ ബൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള മുടികളൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാളൊക്കെ സേഫ് നമ്മുടെ മുടി ഫുള്ളായിട്ട് തന്നെ ലൂസായിട്ട്, ഒരിക്കലും നമ്മുടെ മുടി ടൈറ്റ് ആയിട്ട് പിന്നരുത്. വളരെ ലൂസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി പിന്നിടുക. ഇതാണ് ഏറ്റവും സേഫ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു ദിവസം പോലും ഈ ഒരു രീതിയിൽ ചെയ്യാതിരുന്നിട്ടില്ല. എനിക്ക് എത്ര തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ കൂടി ഞാൻ ഇങ്ങനെ മാത്രമേ മുടി പിന്നി വെക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും ഇവിടെ ബൺ ചെയ്ത് കിടക്കാറേ ഇല്ല കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയാണ് സേഫ്. ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് മെടഞ്ഞ് കാണിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുള്ളായിട്ട് മുടി മെടഞ്ഞ് കിടക്കാം. ഇതാണ് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഹെയർ കെയറിങ് മെത്തേഡ് കേട്ടോ. അപ്പൊ ബൺ ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ ചെയ്യാതിരിക്കണതാണ് നല്ലത്. ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ നനഞ്ഞ മുടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ കെട്ടിവെക്കരുത്. രാത്രിയില് മുടി കഴുകുന്ന ആളുകൾ ഇങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടിവെക്കുമ്പോഴാണ് പല 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 പ്രശ്നങ്ങളും നിങ്ങളുടെ മുടിയിൽ വരുന്നത്. ഫംഗൽ വരുന്നത്, അതേപോലെ തന്നെ മുടിക്കായ വരുന്നത്, അതേപോലെ തന്നെ പേനും ഈരും വന്ന് നിങ്ങളുടെ സ്കാൽപ്പും നിങ്ങളുടെ മുടിവേരൊക്കെ നാശമായിട്ട് പോണത് നിങ്ങൾ നനഞ്ഞ മുടി രാത്രിയിൽ കെട്ടിവെക്കുമ്പോഴാണ് കേട്ടോ. മിക്ക ആൾക്കാരും മുടിക്കായ മാറാൻ എന്താണ് വഴി എന്ന് ചോദിക്കാറുണ്ട്. മുടിക്കായ വരുന്നത് നിങ്ങൾ ആദ്യം തടയുക. മുടിക്കായ വന്നു കഴിഞ്ഞാൽ മുടി മൊത്തത്തിൽ അങ്ങോട്ട് പോകും. മുടിക്കായ വരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ നനഞ്ഞ മുടി നമ്മൾ കെട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ അത് പാടേ ഒഴിവാക്കി കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാ കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പിന്നെ മെടഞ്ഞു വെക്കാം. അപ്പോ ഇന്ന് ഞാൻ കാണിച്ച ഹെയർ കെയർ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്റെ അടുത്ത് കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.